DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 23 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവരുടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം പരിശോധിക്കാൻ RTOമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലൈസൻസ് ലഭിച്ചവരെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി വീണ്ടും വാഹനമോടിച്ച് പരിശോധിക്കും. വാഹനമോടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. മന്ത്രി ഗണേഷ് കുമാറാണ് സൂപ്പർ ചെക്കിംഗ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത്. അടുത്ത അറിയിപ്പ്, വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് 50% വരെ കുറവ് വരുത്തിയ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് പ്രാബല്യത്തിലെത്തിയിരിക്കുകയാണ്. പുതുക്കിയ ഫീസ് നിരക്കുകൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ ക്രമീകരണങ്ങൾ ഉടൻ പൂർത്തിയാകും. 17 മുതൽ സംസ്ഥാനത്ത് ഫിറ്റ്നസിന് ഹാജരാക്കുന്ന 15 വർഷം കഴിഞ്ഞ എല്ലാ വാഹനങ്ങളുടെയും 10 മുതൽ 15 വർഷം വരെ പഴക്കമുള്ള മീഡിയം, ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെയും ഫിറ്റ്നസുകൾക്ക് നിരക്കിളവ് ബാധകമാകുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഹെവി വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് കേന്ദ്ര സർക്കാർ 28,000 രൂപയാക്കി ഉയർത്തിയിരുന്നു. സംസ്ഥാനം ഇത് 14,000 രൂപയാക്കി. 15 മുതൽ 20 വർഷം വരെ കേന്ദ്രം നിശ്ചയിച്ച നിരക്ക് 14,000 രൂപയായിരുന്നു. കേരളം ഇത് 7,000 രൂപയാക്കി. ചെറുകിട ചരക്ക് വാഹനങ്ങളുടെയും യാത്രാ വണ്ടിയുടെയും ഫീസിലും വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. 15 മുതൽ 20 വരെ 6,000 രൂപയും 20 വർഷത്തിന് മുകളിൽ 11,300 രൂപയുമാണ് സംസ്ഥാനത്തിൻ്റെ ഫീസ്. കേന്ദ്രം നിശ്ചയിച്ചത് യഥാക്രമം 11,300 രൂപ, 22,000, 22,600 രൂപ എന്നിങ്ങനെയായിരുന്നു. 15 വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങളുടെ ഫിറ്റ്നസ് നിരക്ക് 1,500 രൂപയിൽ നിന്ന് 1,000 രൂപയാക്കി. കാറിൻ്റേത് 8,500 നിന്ന് 4,750 രൂപയുമാക്കി. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാർ ആരംഭിച്ച കണക്ട് വർക്ക് പദ്ധതിയിൽ 9,861 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു തുടങ്ങി. വ്യാഴാഴ്ച വരെ ലഭിച്ച അപേക്ഷകളിൽ അർഹരായ 10,000 പേർക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുണ്ട്. പ്രതിമാസ ഗഡുവായ 1,000 രൂപ വീതം അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ചില വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളിലെ സാങ്കേതിക തടസ്സം മൂലം പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല. തടസ്സം പരിഹരിക്കുന്ന മുറയ്ക്ക് ഈ അക്കൗണ്ടുകളിലും തുകയെത്തുമെന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 2,000 രൂപയുടെ വിതരണം ജനുവരി 26 ആരംഭിക്കുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 27, 28 തീയതികളിൽ തുക എത്തും. വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക 200 മുതൽ 500 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളും എത്തുന്നുണ്ട്. പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കാൻ മാരേജ് സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ നിശ്ചിത സമയത്തിനകം സമർപ്പിക്കേണ്ടതുണ്ട്. വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് മാർച്ച് 31 നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം 6 മാസം കൂടി സർക്കാർ ദീർഘിപ്പിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.